4ാം ക്ലാസ്സിലെ ജീവികളും ചുറ്റുപാടും എന്ന അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം 7ാമത്തെ പേജിലുള്ള ചിത്രമാണ്. അധ്യായത്തിൻ്റെ പേര് ജീവികളും ചുറ്റുപാടും എന്നാണ്. ആ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരെയൊക്കെ കാണുന്നുണ്ട്? 4 കുട്ടികളുണ്ട്. പിന്നെയോ എന്താണ് പ്രധാനമായിട്ടും അതിൻ്റെ വലിയൊരു ഭാഗം? ഒരു കുളത്തിൻ്റെ ചിത്രമാണല്ലേ. കുളത്തിലാണെങ്കിൽ നിറയെ എന്തൊക്കെയാണെന്ന് നോക്കൂ. എന്തൊക്കെയുണ്ട് അവിടെ? ആരൊക്കെയുണ്ട്? ഒരുപാട് പേരുണ്ടല്ലോ സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ആരൊക്കെയാണത്? കുളത്തിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. മീനുണ്ട്, പിന്നെയോ ഞണ്ടുണ്ട്, പിന്നെ ഒരു കൊക്ക് വെള്ളത്തിൽ നിൽപ്പുണ്ട്, പാറയിൽ ഒരു ആമ ഇരിപ്പുണ്ട് അല്ലേ. പാറപ്പുറത്ത് പിന്നെയോ വേറൊരു പാറപ്പുറത്ത് ഒരു തവളക്കുട്ടൻ ഇരിപ്പുണ്ട്. എത്ര പേരാണെന്ന് നോക്കൂ അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? കുളത്തിന് ചുറ്റുമായിട്ട് എന്തൊക്കെയുണ്ട്? ഒരു പൊന്മാൻ ഇരിപ്പുണ്ട് അല്ലേ. പിന്നെ ഉറുമ്പുകളുണ്ട്, ഒച്ചുണ്ട്, ചിലന്തിയുണ്ട്, പുൽച്ചാടിയുണ്ട്, പ്യൂപ്പയുണ്ട് അല്ലേ, പുഴുവുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? ഒരു പൂമ്പാറ്റയുണ്ട്, ഉറുമ്പുകൾ നടക്കുന്നുണ്ട് ചുറ്റും. അതിനടുത്തായിട്ടൊരു മരമുണ്ട്. നോക്കിയേ, ആ മരത്തിൽ ആരൊക്കെയുണ്ട്? മരത്തിലും ഉണ്ടല്ലോ ഒരുപാട് പേര്. മരത്തിൽ നിന്നും കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. മരത്തിലേക്ക് ഒരാൾ കയറി പോകുന്നുണ്ടല്ലോ. ആരാത്? അണ്ണാൻ. ആരാ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്? അതെ, ഓന്താണ്. പിന്നെ ആരാണ് അവിടെ പറക്കുന്ന കിളികളെയും കുട്ടികളെയും ഒക്കെ നോക്കിയിരിക്കുന്നത്? ഒരു തത്തമ്മയാണല്ലേ. അപ്പോൾ നോക്കൂ എന്തുമാത്രം ജീവികളാണെന്ന്. പിന്നെ കുളത്തിലേക്ക് കൈ ചൂണ്ടി നിൽക്കുന്നത് ആരാ? കുളത്തിനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് ആരാണ്? 4 കുട്ടികളുണ്ടല്ലേ. ഇനി അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതിന് മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അവരെന്തിനാണ് കുളക്കരയിൽ വന്നത് നമുക്ക് നോക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കാം. എന്തത്? ഡേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ മുകളിൽ. നമ്മൾ ഡേറ്റൊക്കെ ഇട്ട് സാധാരണ എഴുതാറുള്ളത് എന്താണ്? ഡയറി. അപ്പോൾ ഇതൊരു ഡയറിയാണെന്ന് തോന്നുന്നു. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ്. ശരിയാണോ? അത് ആമ്പൽക്കുളമാണോ? അതെ, നിറയെ ആമ്പലുകളുണ്ടല്ലോ കുളത്തിൽ. എന്തുമാത്രം ആമ്പൽപ്പൂക്കളാണെന്ന് നോക്കൂ. വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. ആരായിരിക്കും വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തിയത്? ആ കുട്ടികളല്ലേ. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. അവർ പരിസര നിരീക്ഷണത്തിന് വന്നതാണ്. അവിടെ എന്തായിരിക്കും അവർ നിരീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിയത്? ആ കുളത്തിനെയാണ് നിരീക്ഷിക്കുന്നത് അല്ലേ. ആ കുളത്തിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോഴോ നോക്കൂ, നല്ല തെളിഞ്ഞ വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം. ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു. ആമ്പലുകൾ നോക്കൂ, നിറയെ വാട്ടർ ലില്ലി ആമ്പലുകളുണ്ട്, എല്ലാം നിറയെ അല്ലേ. ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. നോക്കൂ, ആമ്പൽ മാത്രമാണോ കുളത്തിലുള്ളത്? നിങ്ങൾ കുളം കണ്ടിട്ടില്ലേ? കുളത്തിൽ ആമ്പൽ മാത്രമാണോ വളരുന്നത്? അല്ല, വെള്ളത്തിനടിയിലും ഒക്കെയായി വേറെയും ചില ചെടികൾ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ പായലുകൾ കാണാം, പായലുണ്ടാവും നിറയെ. പിന്നെയോ മരത്തിൽ നിന്ന് ഒക്കെ കൊഴിഞ്ഞു വീണ ഇലകളുണ്ടാവാം, ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ ഉണ്ടാവാം, മറ്റ് ചില ജലസസ്യങ്ങളുടെ പൂവുകളുണ്ടാവാം അല്ലേ. ഇനി കുളക്കരയിൽ നോക്കൂ, പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും എല്ലാം വളർന്നു നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കാട് പോലെ അല്ലേ. നോക്കൂ, അവയെ സംരക്ഷിച്ചുകൊണ്ട്, കുളത്തിൻ്റെ കരയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ആ ചെടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, നിറയെ പൂവിട്ട്. നോക്കൂ, അതിലും സന്തോഷത്തോടെ എത്ര ജീവികളാണ് ആ ചെടികളിലും വള്ളിച്ചെടികളിലും പുല്ലുകളിലും ഒക്കെ നിൽക്കുന്നതെന്ന് നോക്കൂ അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ജീവികളെ കണ്ടു ഈ ചിത്രത്തിൽ. കുറച്ച് കുളത്തിലെ ജലത്തിലാണ് ജീവിക്കുന്നത്, കുറച്ച് കുളക്കരയിലാണ്, കുറച്ച് കുളക്കരയിലെ മരങ്ങളിലാണ്.
എന്തൊക്കെയാണ് അവർ പരിസര നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയതല്ലേ? നിങ്ങൾക്ക് കണ്ടുവോ കുളത്തിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? മീനുണ്ട്, ഞണ്ടുണ്ട്, ആമയുണ്ട്, തവളയുണ്ട് അല്ലേ? ഇവരെല്ലാവരും എപ്പോഴും കുളത്തിലെ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവരാണോ? അല്ല. കുറച്ച് പേര് കുളത്തിലെ ജലത്തിൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. കുറച്ച് പേര് കുളത്തിലും ജീവിക്കാൻ കഴിയുന്നവരുണ്ട്. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ആരെയൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് നിരീക്ഷിക്കൂ. തവളയുണ്ട്, പിന്നെയോ ആമയുണ്ട് അല്ലേ? ഞണ്ടുണ്ട്. ഇനി തവളയും ആമയും ഞണ്ടും മാത്രമാണോ വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിക്കുന്നത്? അല്ല. അപ്പം വേറെയും ജീവികളുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്തൂ കേട്ടോ. ഏതൊക്കെ ജീവികൾക്കാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നത്? ഇനി വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? മത്സ്യം മാത്രമാണോ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത്? അല്ല. അപ്പോൾ ഏതൊക്കെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയും? നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ 3ാം ക്ലാസ്സിൽ, ഇല്ലേ? ജലജീവികൾ. എന്താണ്? അക്വാട്ടിക് ഓർഗാനിസംസ്. അതുപോലെയോ ജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളുണ്ട്. ആമ്പൽ ഇപ്പോൾ കരയിൽ കൊണ്ടുപോയി മണ്ണിൽ നമ്മൾ നട്ടുവെച്ചാൽ ആമ്പൽ വളർന്ന് വലുതാവുമോ? പൂക്കളുണ്ടാവുമോ? ഇല്ല. അവയ്ക്ക് വെള്ളത്തിലേ ജീവിക്കാൻ കഴിയൂ അല്ലേ? അപ്പോൾ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളുണ്ട്. ആമ്പൽ, താമര, പായൽ, കുളവാഴ, അങ്ങനെ ഒരുപാട് സസ്യങ്ങളുണ്ട് അല്ലേ? ഇവയൊക്കെ വെള്ളത്തിൽ മാത്രം വളരുന്നവയാണ്. അവയ്ക്ക് ജലസസ്യങ്ങൾ അഥവാ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയും. അതുപോലെ വെള്ളത്തിൽ മാത്രം വളരുന്ന ജീവികളുണ്ടെന്നും നാം പറഞ്ഞു. അവയ്ക്ക് എന്ത് പേര് വിളിക്കും? ജലജീവികൾ അഥവാ അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ഈ ജീവികളൊക്കെ നിങ്ങൾ കൂടുതൽ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ബൈ.